എന്തു വേണം? എന്തിനാ നീ ഇങ്ങോട്ടേക്ക് വന്നത്? അമ്മേ, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കണ്ണേട്ടിനെ കാണണം. എന്തിനാടി അവനെ കാണുന്നേ? അവന് നിന്നെ പോലൊരു അനിയത്തി ഇല്ലാന്ന് അവൻ പറഞ്ഞു കഴിഞ്ഞില്ലേ? പിന്നെ എന്തിനാടി ഇങ്ങോട്ട് കയറി വന്നേ? എന്താ നിന്റെ കെട്ടിയോ നിന്നെ കളഞ്ഞോ? അതോ അവന്റെ പാട് നോക്കി പോയോടി? എല്ലാവരും കൂടെ എന്റെ സാഗരേട്ടനെ കുടുക്കിയിട്ട് ഒന്നും അറിയാത്ത പോലെ സംസാരിക്കരുത്. അവനെ കുടിക്കുന്നോ? അതെടി, ഞാനേ നല്ലൊരു ബലമുള്ളൊരു കയറ് കൊണ്ടുപോയിട്ടാ അവനെ കുടിക്കിയത്. എന്നിട്ടിപ്പോഴേ ഒരു മാവില് കെട്ടിത്തൂക്കി ഇട്ടേക്കുക. എന്താടി? ആരും ഒന്നും പറയണ്ട. ഇതിന്റെ പിന്നിൽ കളിച്ചത് ആരൊക്കെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്താ ഇവിടെ? ആരോ ഇവളുടെ ഭർത്താവിനെ കുടിക്കെന്നും പറഞ്ഞു വന്നിരിക്കുക. എന്തു പറ്റിയടി? കണ്ണേട്ടാ, ആ തോമസ് സാറിന്റെ കാറിൽ നിന്ന് കഞ്ചാവ് കണ്ടെത്തി. അതിപ്പോ സാഗരേട്ടൻ അതിന്റെ അകത്ത് വെച്ചെന്നാ പറയുന്നത്. സാഗരേട്ടൻ ഇപ്പോ പോലീസ് സ്റ്റേഷനില. അവനോടൊപ്പം പോയപ്പോ തന്നെ ഞങ്ങൾ പറഞ്ഞില്ലേ നിനക്ക് ഈ ഗതി വരുമെന്ന്? എന്റെ കണ്ണേട്ടാ, ഞാൻ പറയുന്നതൊന്നും വിശ്വസിക്ക് പ്ലീസ്. കണ്ണേട്ടാ, സാഗരേട്ടൻ അങ്ങനെ. നീ ഒന്നും പറയണ്ട, ഇറങ്ങി പോയാ മതി. എന്ന അമ്മയാണോ തീരുമാനിക്കുന്നത്? ഇതെന്റെ കണ്ണേട്ടന്റെ വീടാ. അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടേക്ക് കയറി വരുമ്പോ എന്നോട് ഇറങ്ങി പോവാൻ പറയാനുള്ള അധികാരമേ കണ്ണേട്ടിന് മാത്രമേ ഉള്ളൂ. പിന്നെ എന്റെ ഏട്ടത്തിക്കും. ഞങ്ങൾ അന്ന് തലേ കൈവച്ച് പറഞ്ഞതല്ലേ മഞ്ജു, അവനാള് ശരിയല്ലാന്ന്. ഇത് നിനക്ക് നേരത്തെ അറിയായിരുന്നല്ലോ. എന്നിട്ട് നീ എന്തിനാ അവന്റെ പിന്നാലെ പോയത്? ഏട്ടത്തി, ഞങ്ങളുടെ കല്യാണം നടന്ന ശേഷം സാഗരേട്ടൻ എന്നെ കൈവെള്ളയിലെ കൊണ്ട് നടന്ന്. നിന്നെ ഒരു കൈവെള്ളയിൽ കൊണ്ട് നടന്നപ്പോഴേ മറ്റേ കൈ കൊണ്ട് അവൻ കഞ്ചാവ് പിടി വലിക്കായിരുന്നു. തകർന്നാ ഞാൻ വന്നിരിക്കുന്ന. എന്നോട് ഈ രീതിയിലുള്ള സംസാരമൊന്നും വേണ്ടമ്മേ. മഞ്ജു, നിന്നെയും സാഗറിനെയും തമ്മിൽ ഒന്നിപ്പിച്ചതിന്റെ പേരില് മാർക്കോയോട് പോലും ഞാൻ ഉടക്കിയതാ. അവനോട് ഇപ്പോഴും എനിക്ക് ഇത്തിരി നീരസം ഉണ്ടെങ്കില് അത് ഈ ഒരു ഒറ്റ കാരണം കൊണ്ടാ. അങ്ങനെയുള്ള നീ എന്നെ കാണാനല്ല വരേണ്ടത്, അവരുടെ അടുത്തേക്കാ പോവേണ്ടത്. എന്നെ രക്ഷിക്കണേന്നും പറഞ്ഞു. അവനെ പോലെ ഒരുത്തനെ പുറത്തു കൊണ്ടുവരണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല മഞ്ജു. അവന്റെ ഭാഗത്ത് തെറ്റില്ലാന്ന് പറയാൻ പറ്റില്ല. അവന്റെ ബാക്ക്ഗ്രൗണ്ട് അതാ. ഞാനിനി ഇങ്ങനെയാ കാര്യങ്ങള് എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് വിശ്വസിക്കാന്നറിയില്ല. ഒരു അസുരനെ പോലെ ഒരുത്തനുണ്ടല്ലോ, മേഘൻ, അമ്മയുടെ അനന്തരവൻ. അവൻ ഒറ്റ ഒരുത്തനോ ഇതിന്റെയൊക്കെ പിന്നില്. ഭൂലോക പാഴായ ഒരുത്തനെ കല്യാണം കഴിച്ചിട്ട് ഇനി അതിന്റെ കുറ്റം കൂടി അവന്റെ തലയെ കൊണ്ട് വെക്കടി. നീ പറഞ്ഞത് ശരിയാ. നിന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്ന മേഘൻ നീ പോയ ശേഷം നിന്നെ പ്രാഗി കൊന്നു കാണും. അതിന്റെ ഫലമാടി നിനക്കിപ്പോ കിട്ടിയിരിക്കുന്നത്. അമ്മ അങ്ങനെയൊന്നും പറയണ്ട. അവനെ പോലെ ഒരുത്തൻ പ്രാഗിയാലേ എനിക്കൊന്നും പറ്റില്ലമ്മേ. അവന്റെ കഴിഞ്ഞ കാലത്തെ കഥകളൊക്കെ ഇപ്പൊ അമ്മ അറിഞ്ഞു കാണുമല്ലോ. എന്നിട്ടും അവനോട് ദേഷ്യമൊന്നുമില്ല. എന്നെ നന്നായിട്ട് നോക്കിയ സാഗരേട്ടനാ അവനെക്കാളും പാഴ് അല്ലേ? അതേടി, ഒരുത്തന്റെ ഭാര്യയെ കട്ടോണ്ട് പോയവനെ നല്ലവനല്ലടി. അതുകൊണ്ടാ അവന് വേണ്ടി വക്കാലത്ത് പറയാൻ ഇവൻ പോലും വരാത്തത്. കണ്ണേട്ടാ, ഇനി കണ്ണേട്ട വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കൂ. അവനെ രക്ഷിക്കാനായിട്ട് ഞങ്ങൾ വരില്ല. അവനെ കളഞ്ഞിട്ട് നീ ഇങ്ങോട്ട് വന്നാ നിന്നെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. പക്ഷെ അവനോടൊപ്പം ജീവിക്കുന്ന നിന്നെ അംഗീകരിക്കാനും സംരക്ഷിക്കാനും ഞങ്ങൾക്ക് പറ്റില്ല.